ഭരതൻ നായർ വിട്ടുപോയെങ്കിലും അയാൾ ബാക്കി വെച്ചുപോയ രഹസ്യങ്ങളും പ്രശ്നങ്ങളും കുടുംബത്തെ വിട്ടുപോകുന്നില്ല. രണ്ടാം ഭാഗത്തിൽ കഥ നടക്കുന്നത് ശ്രീകണ്ഠപുരത്താണ്. ഒരു വലിയ കുറ്റകൃത്യം മറച്ചു പിടിക്കാൻ കുടുംബം ശ്രമിക്കുന്നതും അതുമായി ബന്ധപ്പെട്ട് ആ കുടുംബം നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളുമാണ് ഇതിൽ പറയുന്നത്. ഒരു ഡാർക്ക് കോമഡി ചിത്രമായ ഈ മൂവിയുടെ മുഴുവൻ കഥയും കേൾക്കാം. മൂവിയുടെ സ്റ്റാർട്ടിംഗ് സീനിൽ ഫസ്റ്റ് പാർട്ടായ ഭരതനാട്യത്തിന്റെ കഥ റീക്യാപ്പായി കാണിക്കും. ഭരതൻ സ്ട്രോക്ക് വന്ന് ഹോസ്പിറ്റലിലാകുകയും ഘട്ടത്തിൽ തനിക്ക് രുക്മിണി എന്ന മറ്റൊരു ഭാര്യയും അജയ് ഘോഷ് എന്ന ഒരു മകനുമുണ്ടെന്ന് ഭരതൻ തന്റെ മകനായ ശശിയോട് തുറന്നു പറയുന്നു. ശശി അവരെ കണ്ടെത്തി ഭരതന്റെ അടുത്തെത്തിക്കും. എന്നാൽ മരിക്കുമെന്ന് കരുതിയ ഭരതൻ അസുഖം ഭേദമായി വീട്ടിലെത്തുകയും ചെയ്യും. എന്റെ രണ്ടു കുടുംബത്തെയും ഒരുമിച്ച് കൊണ്ടുപോകണമെന്ന ആഗ്രഹം ഭരതൻ ശശിയോട് പറയുന്നുണ്ട്. എന്നാൽ ഇതിനിടയിൽ തേങ്ങ തലയിൽ വീണ് ഭരതൻ മരിക്കുകയും ചെയ്യുന്നു. അച്ഛന്റെ രഹസ്യബന്ധം പുറത്തറിയാതിരിക്കാൻ കുടുംബം ശ്രമിക്കുന്നുണ്ടെങ്കിലും നാട്ടിലെ പ്രശ്നക്കാരനായ സുഭാഷിന് സംശയം തോന്നുന്നു. ഭരതൻ നായരുടെ മരണാനന്തര ചടങ്ങുകൾക്കിടയിൽ രുക്മിണി അമ്മയും അജയ് ഘോഷും പുറത്തു വരുന്നതോടെ രഹസ്യം പരസ്യമാകുന്നു. ഈ സംഭവത്തോടെ ആ കുടുംബത്തിലെ പ്രശ്നങ്ങളും അവസാനിക്കുന്നു. വീണ്ടും ഭരതൻ നായരുടെ കുടുംബം കാണിക്കും. ശ്രീകണ്ഠപുരത്ത് തന്നെ ഭരതന്റെ ചിതാഭസ്മം ഒഴുക്കണമെന്നായിരുന്നു രുക്മിണി അമ്മയുടെ ആഗ്രഹം.